ഹലോ, അങ്ങനെ നമ്മൾ ചെറിയ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. നമ്മൾ പോകുന്നത് വെയിൽസിലെ തന്നെ സെയിൻറ്റ് ഡേവിഡ്സ് കത്തീഡ്രൽ എന്ന് പറഞ്ഞ ഒരു വലിയ കത്തീഡ്രലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അതുപോലെ തന്നെ പിക്ചറിലും പിന്നെ ഇവിടുത്തെ നേറ്റീവ്സ് ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും അത് വിസിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ 1 ഡേ ഒക്കെ പാർക്ക് ചെയ്ത് സെയിൻറ്റ് ഡേവിഡ്സ് കത്തീഡ്രൽ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ 10-12 പേരോളം നമ്മൾ ആ ഒരു ഗ്യാങ്ങിലുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ സെയിൻറ്റ് ഡേവിഡ്സ് കത്തീഡ്രൽ. പോകുന്ന വഴിയാണത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഔട്ട്ഡോറാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം ഭയങ്കര ഭംഗിയാണ് കാണാൻ. നല്ലൊരു ഡിവൈൻ പ്ലേസ് ആണ് ഇതിൻ്റെ മീൻസ് അകം എന്നൊക്കെ പറയുന്നത്. ഒത്തിരി ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. കാരണം ഒരുപാട് പഴയതാണല്ലോ. പിന്നെ നല്ല വിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. സച്ച് എ ഡിവൈൻ പ്ലേസ്. അത് തന്നെയാണ്, അങ്ങനെ തന്നെ പറഞ്ഞാൽ അത് കറക്റ്റ് ആകത്തുള്ളൂ. ആപ്റ്റ് വേർഡാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കുറേ ഷോർട്സ് ഉണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ കട്ട് ചെയ്തു. കാരണം ഭയങ്കര ലോങ് വീഡിയോ ആയിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഒത്തിരി മടുപ്പ് തോന്നും. പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അവർ ഒത്തിരി ക്രിയേറ്റീവായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പഴയ ഈ ഒരു ചർച്ചിനും കാര്യങ്ങൾക്കൊക്കെ നല്ല പണികളാണ്. അത് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. ഓരോ രൂപങ്ങളൊക്കെ പണിത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ്. പിന്നെ ഓരോ സ്ഥലത്തും അവർ കുറേ കാര്യങ്ങൾ മീൻസ് ഫ്ലക്സ് പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വായിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആ ഒരു എങ്ങനെയാണ് പണിതത് എന്നത്തെ കാര്യങ്ങൾ, ഡേറ്റും കാര്യങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കത്തീഡ്രൽ കണ്ടിട്ട് അവിടുന്ന് ഇറങ്ങുവാണ്. ഞാനും ഷാലറ്റുമാണ് ഈ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കത്തീഡ്രലിൻ്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഫുൾ പ്രിമൈസ് അതിനേക്കാൾ ഭംഗിയാണ്. കാരണം വെയിൽസ് തന്നെ ഒരു ഗ്രീനറി പ്ലേസ് ആണ്. പക്ഷേ ഈ ഒരു കത്തീഡ്രലിൻ്റെ ഫുൾ ഔട്ട്ഡോർ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞങ്ങൾ പുറത്തു നിന്ന് തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. യെല്ലോ ടീഷർട്ട് ഇട്ടേക്കുന്ന ഷെറിൻ ചേച്ചിയാണ്. കാരണം ഞങ്ങൾ കുറേ നേരമായിട്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം ആള് നമ്മളെ തപ്പുമായിരുന്നു. നമ്മളുടെ കൂടെ സൂര്യ, പിന്നെ ബിജോയ് ചേട്ടൻ, ഇച്ചാന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ നമ്മൾ 2 അശ്വതിനെ കാണുന്നില്ലായിരുന്നു. അവരെ നമ്മൾ സ്പോട്ട് ചെയ്തു. ഷാലറ്റ് ഒരു ഡാൻസിനുള്ള പ്ലാനായിരുന്നു. ആക്ച്വലി ഞാനും ഷാലറ്റും ഒരു ഡാൻസ് ചെയ്യാനായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ട് ചെയ്ത് നോക്കി. അപ്പോ നമ്മുടെ അടുത്ത സ്ഥലം അങ്ങനെ നമ്മൾ ന്യൂഗെയിൽ എന്നൊരു അടിപൊളി ബീച്ച് കാണാനായിട്ട് പോകാനാണ് അടുത്തത്. നമ്മൾ പോകുന്ന വഴിക്ക് അശ്വതി ഒരു ചെറിയ പാട്ട് പാടാൻ നോക്കി. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. പിന്നെ നമ്മൾ ആ ഒരു ബീച്ചിലേക്ക് പോകുന്ന റൂട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു. ആ ഒരു റൂട്ട് ഫുൾ കാണാനായിട്ട്. ഐസ്ക്രീം. പിന്നെ ഇതാണ് നമ്മളുടെ കിച്ചു ചേട്ടായി. ആള് സ്വന്തം പേര് ബീച്ചിൽ എഴുതിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ നമ്മളുടെ ചെറിയൊരു ഫാമിലിനെ കണ്ടുമുട്ടി. അതാണ് റിൻസി ചേച്ചി, പിന്നെ തൊമ്മി, പിന്നെ ടിറ്റോ ചേട്ടായി. ഇതടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചർച്ച് ഡോർ കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള പ്ലാനായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വണ്ടിയെല്ലാം നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ 3 കാറിലാണ് പോയത്. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇത് ഒരു മൗണ്ടൈൻ പോലുള്ള ഏരിയ ആയിരുന്നു. അവിടെ നമ്മൾ കാറ്റൊക്കെ കൊണ്ട് താഴേക്ക് പോവാണ്. ഇവിടുന്ന് ഒത്തിരി നടക്കാനുണ്ട്. ലോങ് റൂട്ടായിരുന്നു. ഞാനത് ഫുൾ എടുത്തിട്ടില്ല, കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചർച്ച് ഡോർ കേവിൽ വന്നു. ചർച്ച് ഡോർ കേവ് നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. ചർച്ച് ഡോർ കേവിൽ വന്നപ്പോൾ 10 മണിയായി. പക്ഷെ അപ്പോഴും നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നത് ശരിക്കും ചർച്ച് ഡോർ കേവ് കാണാനും അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഗ്രില്ല് സെറ്റപ്പ് ചെയ്യാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ഗ്രില്ലിങ് തുടങ്ങി.
അങ്ങനെ ഞങ്ങൾ യമ്മി ഗ്രില്ലൊക്കെ കഴിച്ചിട്ട് നേരെ അബ്രസ്വിത്തിലേക്ക് വിട്ടു. അവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ബീച്ചാണ്. നമ്മൾ 4 ഫ്രണ്ട്സിനെ കാണാൻ പോയതാണ്. നിമ്മി, അർലിൻ, സ്നേഹ, അഷ്ന. അങ്ങനെ ഞങ്ങൾ 4 ഫ്രണ്ട്സിനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അവരെ കാണുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഇതൊക്കെ. അബ്ബ എന്ന് പറയുമ്പോൾ ഫുൾ ബീച്ചായിരുന്നു. ബീച്ച് കണ്ടു, ക്യാസിൽ കണ്ടു, അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. സോ അടുത്ത ട്രിപ്പ് വരേക്കും ബൈ ബൈ.